ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ടെയിൽസ്. സന ഷെറിൻ ഹിയർ. എങ്ങനെയെങ്കിലും നമ്മുടെ ലൈഫ് ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കുക അല്ലെങ്കിൽ നല്ലൊരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പലരുടെയും ഒരു ഡ്രീമാണ്, അല്ലെങ്കിൽ ഒരു ഗോളായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുന്ന, നമ്മളൊരു ചലഞ്ചൊക്കെ ആയിട്ട് ഏറ്റെടുത്ത് പക്ഷേ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു സിസ്റ്റം അല്ലെങ്കിൽ റുട്ടീൻ നമ്മുടെ ലൈഫിൽ നമ്മുടെ ദിവസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മുടെ ചിന്തകളെ കുറിച്ചൊക്കെ നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ആർട്ടാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കി എടുക്കാൻ, നല്ലൊരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു മോർണിംഗ് റുട്ടീനും ഒരു നൈറ്റ് റുട്ടീനും ക്രിയേറ്റ് ചെയ്യാൻ, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഗ്രേറ്റ്ഫുൾ ആവാൻ, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മുടെ ദിവസങ്ങൾ മാറ്റാൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? പല സമയങ്ങളിൽ ജേർണലിംഗ് ചെയ്ത് പഴറ്റി അതൊരു റുട്ടീനായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ആൾക്കാരാണോ നിങ്ങൾ? ദെൻ ദിസ് വീഡിയോ ഈസ് ഫോർ യു. അപ്പോൾ നമുക്ക് ആദ്യം ജേർണലിംഗ് എന്താണെന്ന് പറയാം. നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് എക്സ്പ്രസ് ചെയ്യുക. ഒരു പെന്നിലൂടെ ഒരു ബുക്കിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ആർട്ടിനെയാണ് നമ്മൾ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും മനസ്സിലാവുന്ന ഭാഷയിൽ സിമ്പിളായിട്ട് പറഞ്ഞത്, നമ്മൾ പണ്ട് മുതലേ ഡയറി എഴുതി ശീലിച്ചവരാണ്. ഡേറ്റ് ഇട്ട് ജസ്റ്റ് ഇന്ന് നടന്ന കാര്യങ്ങൾ എഴുതി ശീലിച്ചവരാണ്. അതിൻ്റെ കുറച്ചും കൂടെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള വേയാണ് നമ്മൾ ജേർണലിംഗ് എന്ന് പറയുന്നത്. അതും ജേർണലിംഗിൽ പെടും നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, നാളത്തെ ദിവസത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ലൈഫിൽ ഇന്നത്തെ ദിവസം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ്, അതൊക്കെ നമുക്ക് ജേർണലിങ്ങിൽ എക്സ്പ്രസ് ചെയ്യാം. ഇന്നത്തെ ദിവസം നമ്മൾ എന്തിനെ കുറിച്ചാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് എന്നത് തുറന്നെഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള നാളുകൾ ഉണ്ടാകും. അതിനാണ് മെയിൻലി നമ്മൾ ജേർണലിങ്ങിൻ്റെ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ജേർണലിംഗ് നമുക്ക് തരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ, നമ്മുടെ സ്ട്രെസ് റിലീഫിനും എല്ലാം ഈ ജേർണലിംഗ് എന്ന ആർട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ടൈപ്പ് ജേർണലിംഗ് ഉണ്ട്. നിങ്ങൾ ട്രാവൽ ജേർണൽസ് കണ്ടിട്ടുണ്ടാകും, റീഡിങ് ജേർണൽസ് കണ്ടിട്ടുണ്ടാകും, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഉണ്ട്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഉണ്ട്. നമ്മൾ വീക്ക്ലി പ്ലാനർ പോലെ ജേർണലിംഗ് ചെയ്യുന്നതുണ്ട്, മന്ത്ലി പ്ലാനർ പോലെ ജേർണലിംഗ് ചെയ്യുന്നതുണ്ട്. ഇതൊക്കെ നിങ്ങൾ പല യൂട്യൂബ് ഷോർട്സിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള ഒരു ബുക്ക്, ഒരു പെന്ന് അതിനായിട്ട് എടുത്തു വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. നമ്മളൊരു സാധാ ഡയറി എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ആസ്തെറ്റിക് ആയിട്ടുള്ളൊരു ഡയറിയോ ബുക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എടുക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു തോട്ട് കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ജേർണൽസ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു വട്ടം ഷോർട്സിൽ പറഞ്ഞിട്ടുള്ളൊരു ജേർണലാണ്, ആലിലകൾ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു റീഡിങ് ജേർണലാണ്. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനെ നമുക്ക് പല പർപ്പസിന് പല ജേർണൽസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ഒരു കോർ എന്ന് പറയുന്നത് ഡെയിലി നമ്മുടെ ലൈഫ് ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് ആണ്. അതിനൊക്കെ പറ്റുന്ന കുറച്ച് റൂൾഡ് ആൻഡ് അൺറൂൾഡ് ബുക്സും ഡയറീസും ഒക്കെയാണിത്. ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് വാങ്ങി വെച്ചതാണ്. ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മുടെ പല യൂട്യൂബ് ഷോർട്സിലും തന്നെ കണ്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജേർണൽ എന്ന് പറയുന്നത്. സിംപ്ലി എനിക്ക് തന്നെ വായിച്ചു നോക്കാൻ പറ്റുന്ന, എനിക്ക് തന്നെ എൻ്റെ ലൈഫിന് കുറച്ചുകൂടെ ഒരു ധാരണ ഉണ്ടാക്കി തരുന്ന സംഭവമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഈ പുസ്തകങ്ങൾ നമ്മുടെ ലൈഫ് എഴുതുമ്പോൾ എങ്ങനെയാണ് അത് നമ്മുടെ ദിവസങ്ങൾ ബെറ്റർ ആക്കുന്നത് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആ ദിവസത്തെ കുറിച്ചുള്ള നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ജേർണലിൽ എഴുതുക. അത് കുറച്ചും കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് തന്നെ ഒരു നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജേർണലിൽ നമ്മൾ രാവിലെ തന്നെ എഴുതുമ്പോൾ അത് നടത്തിയെടുക്കാനുള്ളൊരു ട്രിഗർ അല്ലെങ്കിൽ മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ജേർണലിൽ അന്നത്തെ ദിവസത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ട് എന്നുള്ളത്, അതായത് നമ്മൾ ഇന്ന് നടന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് തന്നത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് നമ്മൾ എഴുതുമ്പോൾ അത് കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, നമ്മൾ എത്തിപ്പിടിക്കാൻ പോകുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിലുള്ളതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഇമോഷൻ എന്താണ്, അതേപോലെ തന്നെ നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള നമ്മളുടെ
കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഈ 3 ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ രാത്രി ജേർണലിംഗ് ചെയ്യേണ്ടത് എന്നാണ് പറയാറ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇന്നത്തെ ദിവസം ഗ്രേറ്റ്ഫുൾ ആയത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? നമ്മൾ ഈ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഹൗ യു ഫീൽ നൗ. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാളത്തെ ദിവസം എങ്ങനെ ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ആർട്ട്, ഈ ഒരു റൈറ്റിംഗ്, ഈ ഒരു ജേർണലിംഗ് നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റുമ്പോൾ നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ വിസിബിളായി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു മാസം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ നമ്മളതൊരു മാസം ചെയ്യുക, കൃത്യമായിട്ട് രാവിലെയും രാത്രിയും ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ മിനിമം രാത്രിയെങ്കിലും ചെയ്യുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഒരാഴ്ച 15 ദിവസമൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കതൊരു റുട്ടീനായിട്ട് പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്നതിന് മുൻപ് നമ്മളത് ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ മൈൻഡിലേക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്കും നമ്മുടെ ജേർണലിലേക്കും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ പോസിറ്റീവ് അഫർമേഷൻസ്, അതെല്ലാം നമ്മൾ ആദ്യം ഇൻറ്റൻഷനലി കൊണ്ടുവരുമ്പോഴാണ് പിന്നീട് അത് നമ്മുടെ ഒരു പാർട്ടായിട്ട് മാറുന്നത്. ജേർണലിംഗ് ചെയ്യുന്നതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള 60 സെക്കൻഡ് ഷോർട്സ് ഞാൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ മറ്റ് യൂട്യൂബ് ചാനലുകളിലും പിൻട്രസ്റ്റിലും ഒക്കെ നിങ്ങൾക്ക് ജേർണലിങ്ങിൻ്റെ ഒരു വേ മനസ്സിലാക്കാൻ പറ്റും. ജങ്ക് ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഓഫ് ജേർണലിംഗ് ഉണ്ട്. നമ്മൾ പലതരത്തിലുള്ള റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ ഒട്ടിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് അങ്ങനെ ഇന്ന സ്ട്രക്ചേർഡ് ആയിട്ട് ഇതാണ് ജേർണലിംഗ് എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയൊക്കെ അത് ക്രിയേറ്റീവ് ആക്കാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ആക്കാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടും കോട്ട്സ് എഴുതിയിട്ടും പലതരത്തിലുള്ള കളറുകൾ ഉപയോഗിച്ചിട്ടും ഒക്കെ നമുക്ക് ജേർണലിംഗ് വൈബ്രൻ്റ് ആക്കാം. നമ്മളെ തന്നെ കൂടുതൽ അറിയാനും നമ്മുടെ ഇന്നർ സെൽഫിലേക്ക് കൂടുതൽ പോകാനും, ബിസൈഡ്സ് ദാറ്റ് ഓൾ നമുക്ക് തന്നെ ഒരു ഗ്രേറ്റ്ഫുൾ ആകാൻ, നമ്മുടെ ലൈഫിനെ കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആകാൻ, നമ്മുടെ ഡ്രീംസ് ഒക്കെ കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹാബിറ്റാണ്, നല്ലൊരു ആർട്ടാണ് ജേർണലിംഗ്. അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.